ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു പണി കിട്ടി, മഴ പെയ്തു. അപ്പോൾ രാവിലെ ഒന്ന് തെളിഞ്ഞ് കിടന്നുകൊണ്ടും രാവിലെ മഴ ഉച്ചയുണ്ടൊക്കെ മഴ പെയ്യാറുള്ളതുകൊണ്ടും ഞങ്ങൾ കോട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കടയുടെ സൈഡിലോട്ട് കയറ്റി കോട്ടൊക്കെ ഇടാം എന്നോർത്തപ്പോഴത്തേക്കും എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും മഴയും പോയി. എന്താ അല്ലേ? എ വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ ദേ കണ്ടല്ലോ, എൻ്റെ കൂടെ ഉള്ളത് രഞ്ജിത്താണ്. അവൻ ഇൻസ്റ്റ ഐ ഡി 2 വീൽ മാഡ്നസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല, കാരണം ഇന്നലെ ഞങ്ങൾക്ക് ഫ്ലാഗ് ഓഫ് ഉണ്ടായിരുന്നു പോപ്പുലർ ബജാജ് വെച്ച്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ബൈക്കിൻ്റെ പേര് റേവൻ, അതുകൊണ്ട് തന്നെ ഇത് അഡ്വഞ്ചേഴ്സ് ഓഫ് റേവൻ ആണ്. അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ രാവിലെ തന്നെ ഒരു പണി കിട്ടി. ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. രാവിലെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റെയിൻ കോട്ടും കാര്യങ്ങളൊന്നും ഇടാതെയാണ് വന്നത്. പക്ഷേ എന്താ പറയുക, മഴ പെയ്തു. എല്ലാം ഇടാന്ന് ഓർത്തുകൊണ്ട് സൈഡിൽ ഒതുക്കി എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും മഴയും പോയി. അങ്ങനെ രാവിലെ മഴ കേൾക്കിട്ട് ചെറിയൊരു പണി പണിതു. എന്തായാലും സാരമില്ല, ഹാപ്പിയാണ്. ഞങ്ങളിപ്പം ഡയറക്റ്റ് പോകുന്നത് ഉടുപ്പിക്കാണ്. ഉടുപ്പി എന്ന് പറയുന്നത് ഞങ്ങൾ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഗോവയാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. റൂമും കാര്യങ്ങളൊന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ എന്താ പറയുക, ഇന്നത്തെ കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞിട്ട് നമ്മൾ റൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ എപ്പോൾ എവിടെ ചെല്ലുന്നു അവിടെ നമ്മൾ സ്റ്റേ അടിക്കും എന്നുള്ള പ്ലാനിലാണ്. പറ്റുവാണെങ്കിൽ ഗോവ പിടിക്കും. പക്ഷേ ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ടും മഴയൊക്കെ കിട്ടിയതുകൊണ്ടും അത് പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ ഉടുപ്പിയാണ് ലൊക്കേഷൻ വെച്ചേക്കുന്നത്. 453 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അത് തന്നെ 10 മണിക്കൂർ 37 മിനിറ്റും കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും മഴ കിട്ടിയിരിക്കുകയാണ്. ഞാൻ റെയിൻ കോട്ട് ഇട്ടിട്ടില്ല. എൻ്റെ മൈക്കാണെങ്കിലും സീനാണ്. ഞാൻ മീഡിയം മോഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ പ്രൂഫ് അല്ല. എവിടെയെങ്കിലും കയറ്റിയിട്ടൊന്ന് സാധനം സെറ്റാക്കട്ടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലത്തൂർ എത്തിയേക്കാണ്. ആലത്തിയൂർ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ ടൈം 8:31 ആണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് പൊറോട്ടയും ഗ്രീൻ പീസുമാണ്. ഞാനിപ്പോൾ ആലത്തിയൂറാണുള്ളത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടായിരിക്കും. സ്റ്റോപ്പൊന്നുമില്ല, കോഴിക്കോട് റൂട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പൊറോട്ടയും ഗ്രീൻ പീസും. ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ 100 രൂപയായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ചെറുതായിട്ടൊരു പണി കിട്ടിയതാണോ അതോ രക്ഷപ്പെട്ടതാണോ എന്നറിയത്തില്ല. ഇവിടെ ഫുള്ള് വെള്ളമാണ്, തെളിഞ്ഞെടുക്കുമായിരുന്നു. രാവിലെ പണിയിട്ട കാര്യം പറഞ്ഞല്ലോ, മഴയൊക്കെ കാരണം നല്ല സമയം പോയി. ഇപ്പോൾ റോഡ് മൊത്തം നനഞ്ഞ് കിടക്കുവാണ്. ക്യാമറയിലും മഴ കഴിഞ്ഞാന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് പെയ്ത മഴ പോലെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ മഴയുടെ കാര്യമാണ് പറയാനും പറ്റത്തില്ല. എല്ലാവരും ചോദിച്ചപ്പം കേരളത്തിനകത്ത് മാത്രമേ ഈ മഴയുടെ പ്രശ്നമുള്ളതെന്നാണ് പറഞ്ഞത്. കേരളത്തിന് പുറത്തോട്ട് പ്രശ്നമില്ല.
അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ഈ പാലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ. ഈ പാലം ശരിക്കും വളരെ ഗുണം കേട്ടോ. നമുക്ക് ടൗണിൽ കയറാതെ കുറേയൊക്കെ ട്രാഫിക് ഒഴിവാക്കി നമുക്ക് ഡയറക്റ്റ് അപ്പുറത്ത് ചാടാൻ പറ്റും. ഈ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ എത്ര നേരം പോയേനെ. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ട്രാഫിക്കിലൊക്കെ പോയി കഴിഞ്ഞാലും ഇടയ്ക്ക് ഇതുപോലത്തെ നല്ല ബ്യൂട്ടി സീനറീസ് കിട്ടും. അത് കാണാൻ തന്നെ എന്ത് രസമല്ലേ. വാ, അടിപൊളി. ഇപ്പോൾ ടൈം 10 മണി, 173 കിലോമീറ്ററായി. നമ്മൾ കോഴിക്കോട് ഏകദേശം കഴിയാറായി. കോഴിക്കോട് തന്നെയാണ് ഇപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് പോലെ പറയുന്നത്. നമ്മുടെ എന്താ വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂർ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനൊന്ന് കാണണം, ചെറിയ ബ്രേക്ക് എടുക്കണം. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ കൂടുമ്പം ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ടയർഡ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോവുകയും ചെയ്യാം, ഡിസ്റ്റൻസും കവറാവും. ഇപ്പം ആദ്യത്തെ 100 കിലോമീറ്റർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത 200 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് എന്തെങ്കിലും ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്ന സാധനമൊക്കെ ഉണ്ട്. പിന്നെ തൽക്കാലം വെള്ളം മതി. കട്ടൻ കാപ്പി ഇപ്പം കുടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ചൂടാണ്. പിന്നെ തണുത്ത എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കൊള്ളാം. അങ്ങനെ വലിയൊരു ട്രാഫിക്കിൽ നിന്ന് നമ്മുടെ പിങ്ക് ബീസ്റ്റ് കാരണം കുറേ ദൂരം സുഖമായിട്ട് വരാൻ പറ്റി. അമ്മാതിരി പോക്കാട്ടോ പോയത് ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് കൂടെ. അങ്ങനെ ഞങ്ങൾ മാഹിയിലെത്തി. ആക്ച്വലി ഞാൻ പെട്രോൾ അടിക്കാൻ കയറിയത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇവിടെ പെട്രോളിന് 102 രൂപയുള്ളൂ. അപ്പം ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു. അവൻ നേരത്തെ ഒരു പെട്രോൾ പമ്പിൽ ബാത്റൂമിൽ കയറാൻ വേണ്ടി കയറിയപ്പം അവൻ ഫുൾ ടാങ്ക് അടിച്ചു. അതുകൊണ്ട് അവൻ്റെ വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ഏകദേശം 7 ലിറ്റർ എടുത്ത് അടിച്ചു. അപ്പം എങ്ങനെ പോയാലും കുറച്ച് രൂപ ലാഭമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഫണ്ടെങ്കിലും ലാഭിക്കാൻ പറ്റും. അവിടെ 115, 117 ഒക്കെ ഉള്ളപ്പം ഇവിടെ 102 രൂപ. ഏകദേശം നല്ല രീതിയിൽ കുറവുണ്ട്. അങ്ങനെ ഗായ്സ് നമ്മൾ കടലിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. ഇത് കുറച്ച് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കടൽ കാണായിരുന്നു. ആഹാ, ഇവിടെ നേരെ ലെഫ്റ്റോട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ഉള്ളത് സ്ഥലം നോക്കട്ടെ. പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ രസമല്ലേ. ഇത്രയും നേരം നല്ല കട്ട വെയിലും കട്ട ട്രാഫിക്കും ആയിരുന്നു കേട്ടോ. കാലൊക്കെ പൊള്ളും. ഇപ്പം ഇങ്ങോട്ട് നീതി ഈ അടുത്ത ഈ ബസ് കിട്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, കാറ്റടിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ട്രാഫിക്കിൽ ബസ്സിൻ്റെ അല്ലെങ്കിൽ വേറെ അതുപോലെ വലിയ കണ്ടെയ്നർ വണ്ടിയൊക്കെ പോകുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ പെട്ടുപോകുന്നത്. ആ സമയത്ത് ചൂട് രക്ഷയില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ റോഡ് കിട്ടിയേക്കുവാണ്. അമ്മ വിളിക്കുന്നു. കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. നല്ല റോഡ് കിട്ടിയെന്ന് ഓടിക്കാൻ നോക്കുമ്പോൾ അമ്മ വിളിക്കും. ഇത് ജ്യൂസ് കോർണർ കോക്ടെയിൽ. ഇവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ ഓർത്ത്. ഇത് രഞ്ജിത്ത് കൂടെ തന്നെ ഉണ്ട്. ഒരു രീതിയിലുള്ള ഡിലേ ഇല്ല. എടാ രഞ്ജിത്തെ, ഞങ്ങളപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇനിയിപ്പം കണ്ണൂർക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അയ്യോ, അവനെ വിളിക്കാൻ പോകുന്നു. എന്നാ പൊളി വഴിയല്ലേ. നല്ല തണലും നല്ല തണുപ്പും. ഇത്രയും നേരത്തെ ആ ചൂടും ട്രാഫിക്കും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ റോഡിൽ കൂടെ ഓടിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അതൊരു വേറൊരു ഫീൽ തന്നെയാണ്.
എന്താ വിശേഷം? ഉച്ചയ്ക്ക് കഴിക്കുന്നതെന്ന് വെച്ച് ഞങ്ങൾ ജ്യൂസ് കുടിച്ച്. പിന്നെ നിനക്കറിയാവോ രഞ്ജിത്ത്, നമ്മുടെ ഇവിടുത്തെ റൈഡ് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അജാസിനെ കണ്ടു. എന്താ പറയുക, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ളൊരു റൈഡിൽ കൂടെ തന്നെ പരിചയപ്പെട്ടൊരു ഫ്രണ്ടാണ്. ഇപ്പോഴും നല്ല കമ്പനിയാണ്. അതൊക്കെ അങ്ങനെയാണ്. റൈഡേഴ്സ് ഈസ് ഓൾവേസ് ലൈക്ക് എ ബ്രദർഹുഡ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് വേറെ രണ്ടുപേർ വന്നു. അവർ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു, ഫോട്ടോ എടുത്തു. ഇതൊക്കെ ഒരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഒരു റിലാക്സേഷൻ. ആ ഒരു ഫീൽ എങ്ങനെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കത്തില്ല. വേറൊരു ഫീൽ തന്നെയാണ്. അതൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെയൊക്കെ വ്യൂ കൊള്ളാം കേട്ടോ. നല്ലൊരു ഹൈറ്റുള്ള ഏരിയയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാംഗ്ലൂർ 101 കിലോമീറ്റർ. ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഫുൾ ഉണങ്ങി പറഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ടൈമിൽ നോക്കി വന്നുള്ള ഗുണം. ഓ മാൻ, നോക്കിപ്പോടാ. ഓ, ഇവനെ ഫ്രണ്ട് വിട്ടാൽ ശരിയാവില്ല. പിന്നെ എപ്പോൾ ഫ്രണ്ട് വിട്ടാലും ഇവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കും. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ആഹാ, ഏകദേശം കേരളത്തിനോട് പുറത്തോട്ട് കിടക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇതുവരെ കേരളത്തിൻ്റെ പുറത്ത് കിടന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാസർഗോഡൊന്നും ആയിട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഉടുമ, ബേക്കർഫോർഡ്, മംഗളൂരു, കാസർഗോഡ്. മാംഗ്ലൂരിന് തന്നെ 78 കിലോമീറ്റർ. ഓക്കെ, ആക്ച്വലി ഈ റൈഡ് തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ ടോൾ കേട്ടോ. ഇതുവരെ വേറെ ടോളൊന്നും കണ്ടേയില്ല. ഈ റൂട്ടിൽ ശരിക്കും ടോൾ റോഡ്സ് ഒന്നും ഇല്ലല്ലേ. ഇതാണ് ഈ റൂട്ടിലെ ഫസ്റ്റ് ടോൾ. പിന്നെ ആസ് ഓൾവേസ് ബൈക്കേഴ്സ് ആർ കിങ്. അതുകൊണ്ട് രാജാക്കന്മാർക്ക് ടോളില്ല. സ്പെഷ്യൽ വേ. കർണാടക സ്റ്റേറ്റിലോട്ട് കിടന്നോ എന്നെനിക്ക് സംശയമുണ്ട്, പക്ഷെ ഉറപ്പില്ല. അതാണോ ഇനി ബോർഡർ? പോലീസുകാർ നിൽപ്പുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ പോവാം. എന്ത് പറ്റി കൈ കാണിക്കാഞ്ഞ്? കൈ കാണിക്കേണ്ടതാണല്ലോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കർണാടക സ്റ്റേറ്റിലോട്ട് കിടന്നെന്ന്. കാരണം അവിടുത്തെ പോലീസുകാർ വൈറ്റ് യൂണിഫോം ആയിരുന്നു. അപ്പോൾ എന്തായാലും കേരളത്തിൽ പോയി കർണാടക പോലീസ് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കർണാടക സ്റ്റേറ്റ് ആയിരിക്കും. ഇനി ഒരു 60 കിലോമീറ്റർ 65 കിലോമീറ്ററുണ്ട്. അവരങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ വലിയ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല, പക്ഷെ എന്നാലും ചാറുന്നുണ്ട്. എൻ്റെ ഈ മീഡിയം മോഡ് നനയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇത് ശരിക്കൊരു ഡിഫോൾട്ട് കേട്ടോ. മീഡിയ മോഡ് വാട്ടർ പ്രൂഫ് ആവണ്ട, അറ്റ്ലീസ്റ്റ് സ്ട്രെയിൻ റെസിസ്റ്റൻ്റ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു തലവേദന ഒഴിവാക്കി കിട്ടിയാൽ.
ഇതാണ് ഹോട്ടൽ. സൂപ്പർ.